പല കാര്യങ്ങളെ ഓർമ്മിക്കാറുണ്ട്. അതാണ് ഹിതമത്തിലെടുത്ത ദിവസങ്ങളിൽ തുടങ്ങുന്ന മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ള ഒരു പ്രേരണ പല ഭാഷകളും ഉണ്ടായിട്ടുണ്ട്. ഇത് ഹിതമതി ദൈവത്തിന്റെ രാജ്യത്തിൽ ആത്മാവിന്റെ പ്രേരണ എന്നെങ്കിൽ ഓർമ്മിക്കാറുള്ളതുപോലെ നമ്മുടെ കുടികളുടെ പ്രാർത്ഥിക്കുമ്പോൾ ചടങ്ങായിട്ട് ആത്മാവ് പ്രേരിക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗം രാത്രി ഇതപ്രകാരം നടത്തിയിട്ടുള്ള ആഗ്രഹിക്കുന്ന വിഷയം പുസ്തകവും പരിശുദ്ധാത്മാവും നമ്മുടെ ദിവസങ്ങളിൽ ഏറ്റവും അധികം കേൾക്കുകയും ചിന്തിക്കുകയും പല നിലകളിൽ കാണുകയും ഒക്കെ ചെയ്യുന്ന വിഷയങ്ങളാണ്. പലർക്കും അതിനെ കുറിച്ച് സംശയങ്ങളുണ്ട്. വേദപുസ്തകത്തിൽ ജനിച്ചു വളർന്നവർക്ക് പോലും അന്യഭാഷ പറയണോ എന്ന സംശയമുള്ളവരുണ്ട്. ഞാൻ അന്യഭാഷ എന്നുള്ള പ്രത്യേക വിഷയത്തെ കുറിച്ചൊന്നും പറയാനല്ല തുടങ്ങുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവായ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ പ്രവൃത്തിയുണ്ട്. അതിനെക്കുറിച്ച് ചില ചിന്തകളിലേക്ക് പോകാൻ ദൈവാത്മാവിൽ ശരണപ്പെടുന്നു. ദൈവത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ തുടർന്ന് പോവുകയാണെങ്കിൽ ചെയ്യരുത്. പ്രേരണയിൽ മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പുതിയ നിയമഭാഗത്തേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തികളിലാണ് വ്യക്തമായ പ്രദർശനത്തോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾ കാണുന്നത്. എന്നാൽ വേദപുസ്തകത്തെ മൊത്തമായി നോക്കിക്കൊണ്ട് നമ്മൾ ദൈവജനത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് വേദപുസ്തകത്തിൽ ഇടപെട്ടിരിക്കുന്നതായിട്ട് നമ്മളെ വെളിപ്പെടുത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് ഭൂമിയിൽ തന്നെ പ്രവൃത്തി ചെയ്യുന്നത്, ഇന്ത്യക്ക് ആളത്വത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് കൂടുതൽ ഊന്നൽ നൽകി പറയുന്നത് ബന്ധക്കോസ്ത് സമൂഹമാണ്, പറഞ്ഞുകൊണ്ടിരുന്നത് ബന്ധക്കോസ്ത് സമൂഹമാണ്. എന്നാൽ ഏറ്റവും അധികം അതിനെ എതിർത്ത പല ആത്മീയ സമൂഹങ്ങളും ഇന്നത് ഏറ്റുപാടാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു വശത്ത് നടക്കുമ്പോൾ തന്നെ മറുവശത്ത് പെന്തക്കോസ്തിന്റെ ലേവലിൽ മുൻപോട്ട് വന്നവർ മറ്റെവിടെയൊക്കെയോ പോകുന്നതുപോലെ വേറൊരു സുവിശേഷത്തിലേക്ക്, വേറൊരു ആത്മാവിലേക്ക്, മറ്റൊരു ക്രിസ്തുവിലേക്ക് പോകുന്നത് പോലെയൊക്കെ ആവർത്തിച്ച് വേറെ പുസ്തകം വായിക്കുമ്പോൾ തോന്നിപ്പോകുന്ന ഒത്തിരി പ്രകടനങ്ങൾ നമ്മുടെ ഇടയിൽ കാണുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ദൈവാത്മാവ് നയിക്കുന്നത് പോലെ മുൻപോട്ട് ചിന്തിപ്പാനാണ് ആഗ്രഹിക്കുന്നത്. പല പ്രിയപ്പെട്ടവരുടെയും ആവശ്യപ്രകാരം ദൈവദാസത്തിനുള്ളതിനെ കുറിച്ച് പ്രധാനമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ഒരു പ്രധാനമായിട്ട് പഴയ ചിന്തയിൽ മുമ്പോട്ട് പോകുന്നതിനെ കുറിച്ച്. എന്തായിരുന്നാലും അതിനാണ് ഊന്നൽ നൽകുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ആഴ്ചകളിൽ പരിശുദ്ധാത്മാവ് അങ്ങനെ അല്ലാതെ ഒരു ദൂത് തന്നാൽ അത് അതിൻ്റെ ഇടയ്ക്ക് പറയും. കാരണം നിർവാഹമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ ഊന്നൽ നൽകുന്നത് ആത്മനിയോഗത്തിനാണ്. അന്നുള്ള ആത്മനിയോഗം എന്നെ അതിനകത്ത് പ്രേരിപ്പിച്ചത് ഒരു 10 വർഷത്തിലധികം മുമ്പ് ഞാൻ ആദ്യമായിട്ട് ദുബൈയിൽ 2008 സ്കൂളിൽ വരുന്ന മുമ്പ് നാട്ടിലായിരുന്ന സമയത്ത് ആഗോളമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരുന്ന അതിശക്തനായ ഒരു ദൈവഭക്തിയുടെ ഒരു 3 days 3 ദിവസത്തെ ക്ലാസ് കോട്ടയത്ത് നടന്നു. മുൻകൂർ രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ അതിൽ പങ്കെടുക്കാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന്റെ പ്രത്യേകത മണിക്കൂറുകൾ പ്രാർത്ഥന മുറിക്കകത്തിരിക്കുന്ന ദൈവദാസനാണ്. ദൈവാത്മാവ് പറഞ്ഞെങ്കിൽ മാത്രമേ അദ്ദേഹം സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കത്തുള്ളൂ. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരെങ്കിലും പ്രസംഗിക്കും. അദ്ദേഹം അവിടെ കാണും. പക്ഷെങ്കിൽ അങ്ങനെ ആത്മനിയോഗത്തിന് വേണ്ടി ഇരിക്കുന്ന ദൈവദാസന്റെ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ അദ്ദേഹം ഓർപ്പിച്ച അതിപ്രധാനമായ ഒരു കാര്യം, 36 വർഷമായി അന്ന് അദ്ദേഹം കർത്താവിന്റെ ശുശ്രൂഷയിലായിട്ട് അദ്ദേഹം അന്നേ ദിവസം വരെ താൻ പ്രസംഗിച്ച ഒരു പ്രസംഗം പോലും ആവർത്തിച്ചിട്ടില്ലെന്നൊരു വാക്ക് വളരെ ശക്തമാണ്. 1000 പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒളിച്ചോട്ടത്തിനകത്ത് ആ 999 സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അടുത്ത എൻ്റെ അടുത്ത് വേറൊരു തിരുവല്ലക്കാരനായ വേറൊരു ദേവദാസനാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് അതിനുവേണ്ടി പങ്കെടുക്കാൻ രജിസ്റ്റർ ചെയ്തത്. പക്ഷെ ഇദ്ദേഹം ആ സ്റ്റേജിലോട്ട് കയറി നിന്നിട്ട് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്ന വേദിയിലേക്ക് കയറി നിന്നത് ഐ ബ്രിങ് ഗ്രീറ്റിംഗ്സ് ഫ്രം ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വന്ദനം അറിയിക്കുന്ന ഒറ്റ വാക്ക് അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിലപ്പോൾ നമ്മൾ പറയാം മുമ്പിൽ ഇരിക്കുന്ന കുറെ ആത്മീയരുണ്ട്, അതിനടിച്ച് പൊട്ടിക്കുക, ആ കൂട്ടത്തിൽ അപ്പുറത്തിരിക്കുന്നവരൊക്കെ പൊട്ടും, അല്ലാത്തവരൊക്കെ ഇങ്ങനെ ആത്മാവിനെ ഉള്ളിൽ ഒതുക്കി കുറെ പേര്, അങ്ങനെ ഒരു രീതിയല്ല. ഞാൻ ഇരുന്നത് 999 സീറ്റാണ്. ഇന്നെന്ന പോലെ ഓർക്കുന്നു
റിട്രീറ്റ് സെന്ററിൽ ഇങ്ങനെ ബാക്കില് ഉയർന്ന ബാൽക്കണി പോലെ ഏറ്റവും താഴെ സ്റ്റേജ് വരുമ്പോൾ അങ്ങ് താഴെ അങ്ങനത്തെ ഒരു പ്രത്യേക രീതിയിൽ പണിതിരിക്കുന്ന അതിനകത്ത് ഏറ്റവും ലാസ്റ്റത്തെ സീറ്റിലിരുന്ന ആ ഒറ്റ വാചകത്തിനകത്ത് ആ ഫ്രണ്ടിൽ നിന്ന് വ്യാപരിച്ച ദൈവശക്തി ഏകദേശം അനേകം മിനിറ്റുകളോളം അതിനകത്തൂടെ വ്യാപരിച്ച് ഏറ്റവും പുറകിലിരുന്ന ഞാൻ അതെന്റെ ശരീരത്തിലേക്ക്. ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ കാര്യം വളരെ ഗൗരവമായി ഓർപ്പിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലെ ഏതെങ്കിലും ഒരു വലിയ പ്രസംഗം പറഞ്ഞു തീരുമ്പോൾ ഒടുവിൽ വരുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ പാടി അതിന്റെ ലാസ്റ്റിൽ പിടിപ്പിക്കുന്നതോ ഇതൊന്നുമല്ല പരിശുദ്ധാത്മാവിന്റെ ശക്തി. പരിശുദ്ധാത്മാവിന്റെ ശക്തി വെളിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ചെയ്യും. നമ്മളെക്കാൾ കുറഞ്ഞ ഏതോ ഒരു സംഭവം അതിനെ നമ്മൾ ഇക്കിളിപ്പെടുത്തി കൊണ്ടിരുന്നതൊന്നുമല്ല. അങ്ങനെ നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ദൈവവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ കുറിച്ച് ചിന്തിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അന്യഭാഷ കൂടുതൽ പറയാൻ എന്തുകൊണ്ട് ഇഷ്ടപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം പ്രധാനമായിട്ടും ഞങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് ചിന്തിക്കളയൊന്ന് ഓർപ്പിക്കാം. അതൊരിക്കൽ ഞാൻ മുമ്പ് ടൂറിസ്റ്റുകൾക്കൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേണ്ടിമാമയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. വല്യപ്പച്ചൻ കല്ലിശ്ശേരിയിലെ വല്യപ്പച്ചൻ ബ്രദറൻ സഭാ വിശ്വാസിയായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അധ്യാപകനായിരുന്ന സമയത്ത് ആ സന്ദർഭത്തിൽ ഒരിക്കൽ അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പെന്തക്കോസ്തിന്റെ അനുഭവങ്ങൾ 1950 ആ ഭാഗമാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ നേരിൽ കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടതേ ഉള്ളൂ. പക്ഷെ കേട്ടത് അദ്ദേഹത്തിന്റെ മകളായിരിക്കുന്ന എന്റെ വല്യമ്മച്ചി നേരിട്ട് കേട്ടു. ആ പ്രിയപ്പെട്ടവൻ ദൈവസന്നിധിയിൽ പെന്തക്കോസ്തിന്റെ ശക്തി വ്യാപരിച്ച് അന്യഭാഷയിൽ ആൾക്കാർ അവിടെ ഇവിടെ അന്ന് വലിയ സഭാപ്രവർത്തനങ്ങളൊന്നും വലിയ വിശാലമായിട്ടില്ലെങ്കിൽ ഉള്ളവർ അവിടെ ഇവിടെയൊക്കെ കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും അന്യഭാഷ പറയുകയും ഒക്കെ ചെയ്യുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം ഒരു തീരുമാനമെടുത്തു. ഈ പറയുന്നവരെ ആരെ അടുപ്പിക്കത്തില്ല, പക്ഷെങ്കിൽ ഈ വേദപുസ്തക പ്രകാരം ഇത് ശരിയാണെങ്കിൽ എനിക്ക് ഈ ശക്തി പ്രാപിക്കണമെന്ന തീരുമാനത്തിൽ അദ്ദേഹം തന്റെ ഒരു സുഹൃത്തുമായിട്ട് വാതിലടച്ച് വീടിനകത്ത് സ്കൂളിൽ നിന്ന് ലീവ് എടുക്കണോ എന്ന് അറിയത്തില്ല, ചില ദിവസങ്ങൾ ദൈവത്തിൽ ഇരിക്കാൻ തീരുമാനിച്ചു. ആ ഇരിപ്പിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആരുടെയും പ്രേരണയില്ല, ആരും പ്രേരിപ്പിക്കാനില്ല, ആരും പാടാനില്ല. ഇതിനു മുമ്പ് അഭിഷേകം പ്രാപിച്ച ആരും ആ റൂമിനകത്തില്ല, ആ ചുറ്റുവട്ടത്തിനില്ല. പുറത്തുനിന്ന് പ്രേരണയില്ല, അകത്തുനിന്ന് ആരും പ്രേരണയില്ല. ഇനി പ്രബല വിശ്വാസികളെ നമുക്കറിയാം ഏത് നിലവാരത്തിലാണ് അവരുടെ വിശ്വാസം. ഒരിക്കലും പരിശുദ്ധാത്മാവിൽ അന്യഭാഷ പറയുന്നതോ ആ നിലവാരത്തിൽ ദൈവത്തെ സ്തുതിക്കുന്ന വിഷയത്തെ കുറിച്ച് ഒരിക്കലും അവരിന്നും അന്നും കണ്ടിട്ടല്ല, അവരതിനെ ആഗ്രഹിക്കുന്നുമില്ല. ആ നിലയിൽ പോകുന്ന ഒരു കാലഘട്ടത്തിൽ അത്യാവശ്യ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ മനസ്സിലായല്ലോ. അങ്ങനെ ആ നിലവാരത്തിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച മുറിക്കകത്ത് പരിശുദ്ധാത്മാവ് ഇറങ്ങി അന്യഭാഷ നിറച്ചു. എന്നോട് പറഞ്ഞ് എന്റെ ഗ്രാൻഡ് മദർ പറഞ്ഞത് അടുത്ത ദിവസം പുറത്തോട്ട് ഇറങ്ങി വെള്ളം ചോദിച്ചിട്ട് നാവിൽ മലയാളം വരാത്ത വിധത്തിൽ ആത്മാഭിഷേകത്താൽ അദ്ദേഹം നിറയപ്പെട്ടു എന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെ ഒരു ആത്മാവ് തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു ആത്മവ്യാപനം. അതിനുശേഷം അദ്ദേഹം ദൈവ ശുശ്രൂഷയിലേക്ക് ഇറങ്ങി പാസ്റ്ററായിട്ട് കർത്താവിന്റെ വേല ചെയ്തതായിട്ടുള്ള ചരിത്രം ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതിന്റെ താരം നമ്മൾ ഒരിക്കലും ചുറ്റുപാടിൽ നിന്നുള്ള പ്രേരണയ്ക്ക് വേണ്ടി കാത്തിരിക്കേണ്ട. ആത്മാവ് നമ്മളെ പ്രേരിപ്പിക്കാൻ, ആത്മാവിന്റെ പ്രേരണ തിരിച്ചറിയാൻ അത് ഏത് സമയത്താണ് നമുക്ക് അറിയത്തില്ല. കഴിഞ്ഞ ആഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, വളരെ ശാന്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്തോ ആത്മാവിന്റെ ഒരു പകർച്ച നമ്മുടെ ഇടയിൽ ഒരു സ്പർശനം ഉണ്ടാകാനിടയായിരുന്നു. ഞാൻ ഓർക്കായിരുന്നത് നീണ്ടുപോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പല കൃപാവരങ്ങളും പല ദൈവിക വിടുതലുകളും നമ്മുടെ ഇടയിൽ വ്യാപരിച്ചേനയുമായിരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും ചിന്തിക്കുന്നു. കാരണം എന്റെ ഹൃദയത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യമായ എല്ലാ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള മാനുഷിക നിയന്ത്രണം, ആത്മാവിന്റെ നിയന്ത്രണം ഏറ്റവും ഉയർന്ന നിലയിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ തുടങ്ങി, നമ്മുടെ സഭാജീവിതത്തിൽ തുടങ്ങി, നമ്മുടെ എല്ലാ മേഖലകളിലും വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും. ഇനി ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു ആവർത്തനത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ഒരു ആവർത്തനം. അന്ന് എന്തൊക്കെ നടന്നോ അതെന്തുകൊണ്ട് നടന്നുപോലും ചോദ്യം. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ വരവിന് മുമ്പ് ഈ ലോകത്തിൽ എന്തായാലും തീർച്ചയായിട്ടും വരവിന് മുമ്പ് ഒരു ലാസ്റ്റ് അനൗൺസ്മെന്റ് ഉണ്ട്. സ്റ്റഡി പോകാൻ തയ്യാറായി നിൽക്കുന്നവര് ഇല്ലുന്നവര് ഇനിയും ഇവിടെ നമ്മുടെ ഭൂമിയിലെ നടപ്പനുസരിച്ച് ആരെയെങ്കിലും കണ്ടില്ലെങ്കിൽ അവരുടെ പേര് വിളിച്ചു പറയും. അത് മാത്രമേ ഉള്ളൂ, ഇതിനകത്തില്ല. വരുമ്പോ പോകാൻ റെഡിയായി നിൽക്കുന്നവരെ മാത്രമേ. പക്ഷെങ്കിൽ അതിനു മുമ്പേ ഒരു ഒരുക്കമുണ്ട്, ഒരു അനൗൺസ്മെന്റ് ഉണ്ടെന്നുള്ളത്
തീർച്ചയായിട്ടും ഉറപ്പാണ്. വേദപണ്ഡിതന്മാരും മിഷിയോളജിസ്റ്റുകളും ഭൂമിയിൽ നടക്കുന്ന ആത്മീയ മുന്നേറ്റത്തിന്റെ വ്യതിയാനങ്ങളെ കുറിച്ച് ശാസ്ത്രീയമായി, വേദശാസ്ത്രപരമായും ശാസ്ത്രീയമായും നോക്കി പഠിക്കുന്ന ഭക്തന്മാരെല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്: കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു എളുപ്പമുണ്ട്, ഒരു വലിയ ആത്മപ്രവാഹം ഉണ്ടാകുക. ആ പ്രവാഹം ഒട്ടുമുക്കാൽ ദൈവഭക്തന്മാർ പറയുന്നത് ഇന്ത്യയിൽ നിന്നാണ് ആരംഭിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇംഗ്ലണ്ടിലും കഴിഞ്ഞ ആഴ്ച വിൽത്തംബാസ് ഓർപ്പിച്ചതുപോലെ വെയിൽസിലും ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പെന്തക്കോസ്ത് അല്ലെങ്കിൽ അപ്പോസ്തല, പെന്തക്കോസ്ത് എന്നുള്ള വാക്ക് ഞങ്ങൾ പിൻവലിക്കുക, അപ്പോസ്തല പ്രവൃത്തികളിൽ വെളിപ്പെട്ട ദൈവശക്തിയുടെ ആവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരു ആവർത്തനം ഉണ്ടാകുന്നത് അത് ഭാരതത്തിൽ നിന്നായിരിക്കും. എന്റെ വാസ്തു മോദിയെല്ലാം കൂടെ കയറി മിക്കവാറും ഇനിയിപ്പോ കോൺഗ്രസിൽ ഉണ്ടാകുന്ന ഇരിപ്പണമായി ഇടതുപക്ഷത്തെ കാണാൻ പോലും ഇല്ല, കമ്മ്യൂണിസ്റ്റിനെ കാണാൻ പോലും ഇല്ല. BJP ഗവൺമെന്റ് ഭയങ്കരമായിട്ട് പൊക്കോണ്ടിരിക്കുന്നു. ഈ സ്ഥാനത്ത് പാസ്റ്റ് എന്ന് പറയുന്നതിന് വല്ല പ്രസക്തി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ഞാൻ എന്റെ വാക്കുകളല്ല പറയുന്നത്. സാഹചര്യങ്ങളെ നോക്കി വ്യക്തമായി പഠനങ്ങൾ നടത്തുന്ന ഭക്തന്മാർ, വളരെ ശക്തമായി പഠനങ്ങൾ നടത്തുന്ന നല്ല അറിവുള്ള ജ്ഞാനമുള്ള പ്രിയപ്പെട്ടവർ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠനം നടത്തി പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കുക. ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ ഉണർവിൽ ഞാനൊരു ഭാഗവാക്കാകണം. നമുക്ക് എല്ലാവർക്കും ദൈവസ്ഥ അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ചുരുക്കം പറഞ്ഞാൽ ആത്മാവിന്റെ പ്രവൃത്തി ശക്തമായി നടക്കുവാൻ അപ്പോസ്തല പ്രവൃത്തികളുടെ ആവർത്തനത്തിന് വേണ്ടി നമുക്ക് ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അതിനായി ദൈവം നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിഷയത്തോടെ ബന്ധത്തിൽ ആരംഭത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഹ്വാനം ചെയ്തപ്പോൾ പ്രിയ റോയ് മാസ്റ്റർ പ്രാർത്ഥിച്ചതോടെ ഇങ്ങനെ അതിനുവേണ്ടി ഒരു പ്രേരണ നൽകിയ സന്ദർഭത്തിൽ പ്രത്യേകം പറഞ്ഞു, തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകുമെന്നുള്ള വചനം ഇവിടെ പറയുന്നത് കേൾക്കുവാനിടയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അല്പമായി തുടർന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ അതിന്റെ ഒരു ആരംഭം എന്നോണം ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ ആത്മാവിന്റെ, പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന പ്രയോഗം പഴയ നിയമത്തിലില്ല. ദൈവത്തിന്റെ ആത്മാവ് എന്നുള്ള പ്രയോഗമുണ്ട്. അത് ഏത് നിലയിലാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം പഴയ നിയമഭാഗങ്ങളിൽ നടന്നിരുന്നത് എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർപ്പിക്കും. അതോടൊപ്പം തന്നെ ഓൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഇൻ ദ ബൈബിൾ, പരിശുദ്ധാത്മാവിന്റെ റോൾ വേദപുസ്തകത്തിൽ എന്തൊക്കെയാണ് പരിശുദ്ധാത്മാവ് ചെയ്തിരിക്കുന്നത്, എന്തൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നത്. പഴയ നിയമത്തിൽ, പഴയ നിയമം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇരിക്കുന്ന മലയാളം ബൈബിളിൽ നിന്നും നമുക്ക് എബ്രായ ഭാഷയിലേക്ക് ചിന്തിക്കുമ്പോൾ, എബ്രായ ഭാഷയിൽ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കാൻ പറയുന്ന പദം സ്പിരിറ്റ് ഓഫ് ഗോഡ്, സ്പിരിറ്റ് എന്ന് പറയുന്നിടത്ത് എബ്രായ ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം മറ്റ് സമുദായങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് എന്നേക്കാൾ അധികം ആ പദം കേട്ട് പരിചയമുണ്ട്. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയായിരിക്കും. റൂഹ എന്ന് മലയാളത്തിൽ നമ്മൾ പറയുന്നെങ്കിലും RUAH റൂഹ എന്ന് പറയാം. ആ നിലയിലാണ് ആ പദം വേദപുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. റൂഹ, RUAH റൂഹ. ഈ പദത്തിന് 394 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പദം റൂഹ എന്നുള്ള പദം 394 പ്രാവശ്യം പഴയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഭാഗങ്ങളിലും ഈ പദം ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഏകദേശം 100 പ്രാവശ്യം. ബാക്കി പഴയ നിയമത്തിനകത്ത് കാറ്റ് എന്നുള്ള പ്രയോഗമുള്ളിടത്തെല്ലാം, കാറ്റ്, എയർ, വായു എന്നുള്ള പ്രയോഗമുള്ളിടത്തെല്ലാം ഈ പദം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കിക്കോണം. ഈ വാക്ക് തന്നെ ഈ കാറ്റ് എന്നുള്ള സ്ഥാനങ്ങളിൽ ഉപയോഗിച്ചിട്ട് വലിയ കിഴക്കൻ കാറ്റ് അടുപ്പിച്ചു ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പ്രയാണം ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ, പലായനം ചെയ്ത് മുമ്പോട്ട് വരുമ്പോൾ ആ ചെങ്കടൽ പിരിയാൻ വേണ്ടി ദൈവം വലിയൊരു കിഴക്കൻ കാറ്റ് അന്ന് രാത്രി അടുപ്പിച്ചു നമുക്ക് കാണാൻ കഴിയുന്നു. പിന്നീട് പാളയത്തിനകത്ത് അവര് മാംസത്തിന് വേണ്ടി ആഗ്രഹിച്ച സന്ദർഭത്തിൽ അത് അവർക്ക് കൊടുക്കാൻ വേണ്ടി, കാടയെ കൊണ്ട് നിർത്താൻ വേണ്ടി ഒരു പ്രത്യേക കാറ്റ് ദൈവം എടുത്തു. അപ്പൊ കാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പഴയ നിയമ ഭാഗങ്ങളിലെല്ലാം ഈ തത്തുല്യ പ്രയോഗം തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ദൈവാത്മാവ് എന്നുള്ളതിനെ, കാറ്റ് എന്നുള്ളതിനെ വേർതിരിച്ച് കാണാൻ പറ്റാത്ത വിധത്തിൽ എബ്രായ ബൈബിളിനകത്ത് ഈ റൂഹ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്.
ചുരുക്കത്തിൽ ദൈവവചനം പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, ഏറ്റവും അതിശക്തമായി ഭൂമിയിൽ ഇന്ന് കാണുന്ന ഒരു കാര്യമാണ് കാറ്റ്. സങ്കീർത്തന ഭാഗങ്ങളിൽ കാണുന്നുണ്ട് കാറ്റിനെ തന്റെ വായിച്ചിട്ടുണ്ട്. ദൈവം തന്നെ ദൂതന്മാരായി സൈന്യമായിട്ട് പറയുന്ന കൂട്ടത്തിൽ മിന്നലുകൾ, കാറ്റ്, തീയൊക്കെ ദൈവത്തിന്റെ സൈന്യത്തിൽപ്പെടും. കാറ്റിനെ നിയന്ത്രിക്കാൻ ഇന്ന് വരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. തീയെ അണയ്ക്കാനുള്ള ഒരു പരിധി വരെ മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. വെള്ളത്തെ അതിര് കെട്ടി നിർത്താൻ മനുഷ്യൻ പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷെ കാറ്റിനെ ഇതുവരെ നിയന്ത്രിക്കാൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. കാറ്റിനെ കുറിച്ച് വേദപുസ്തകം വിശകലനം ചെയ്യുന്ന ഒരു പ്രയോഗം എനിക്ക് വളരെ ഇഷ്ടമുള്ളതുണ്ട്. അത് എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോകുന്നു. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നുവെന്ന് ആർക്കും അറിയത്തില്ല. മനസ്സിലായല്ലോ? കാറ്റിനെ കുറിച്ച് വേദപുസ്തകത്തിൽ കാണാൻ കഴിയുന്നത്, ഒന്ന്, തനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അത് എന്ത് ചെയ്യുന്നു, ഊതുന്നു. രണ്ട്, അത് എവിടുന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു ആർക്കും അറിയാൻ പറ്റത്തില്ല. വന്ന് നമ്മുടെ അടുക്കളൊക്കെ പോകുമ്പോൾ നമുക്ക് വല്ല എന്താ പറയുന്നത്, എയർപോർട്ടിലൊക്കെ ഇരിക്കുന്നത് പോലെ ഏത് ദിശയിലേക്കാണ് ഇതിപ്പോ അടിക്കുന്നത്. ഇത്രയും വലിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചു. ഫ്ലൈറ്റിന്റെ ഏറ്റവും മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ കണ്ടുപിടിച്ച് നിയന്ത്രിക്കാൻ ഇവര് ഇന്നത്തെ ശാസ്ത്രലോകം വിജയിച്ചെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, കാറ്റിന്റെ ഗതി നോക്കിയ ഫ്ലൈറ്റിന്റെ പുറപ്പാട് പൈലറ്റുമാർക്ക് അവിടുന്ന് ലാസ്റ്റ് നിർദ്ദേശം കൊടുക്കത്തുള്ളൂ. മനസ്സിലാക്കിയിട്ടുണ്ടോ? അതോ കയറി ഇരുന്ന് സീറ്റ് പോയിട്ടേ ഉള്ളൂ? പല കാര്യങ്ങളും നമ്മൾ അതിനകത്തൊന്ന് പഠിക്കണം. ഇത്ര സുരക്ഷിതമായി നമ്മൾ ഇവിടെ അവിടെ എത്തുമ്പോൾ പ്രധാനപ്പെട്ട ടേക്ക് ഓഫിന്റെ സമയത്ത് പ്രധാനപ്പെട്ട ഏറ്റവും ആ ലാസ്റ്റ് മൊമെന്റിൽ പൈലറ്റുമാർക്ക് കൈമാറുന്ന നിർദ്ദേശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം കാറ്റിന്റെ ഗതി നോക്കിയാണ് ഇത് ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ ചെയ്യുന്നത്. അവിടെ എയർപോർട്ടിന്റെ ഇത്ര ചുറ്റളവിൽ കാറ്റ് ഇങ്ങനെ വന്നിട്ട് ആ റൺവേക്കില്ല കറക്റ്റായിട്ട് വന്നിട്ട് ഓരോ സെക്കൻഡും വിലപ്പെട്ടതാ ഓരോ ഫ്ലൈറ്റും. മുംബൈയിലെ ഷാർജയിലേക്ക് സംബന്ധിച്ചോളം മിനിറ്റുകൾക്ക് അകം വെച്ചോണ്ട് അടുത്ത ഫ്ലൈറ്റ് വരണം, അടുത്ത ഫ്ലൈറ്റ് പോകണം. പക്ഷെ ഇന്ന് വരെയും കാറ്റിന്റെ ഗതിയെ നിയന്ത്രിച്ച് പിടിച്ചൊരു പരുവത്തിന് റൺവേക്ക് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ ആരും ശ്രമിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു വന്നതിന്റെ സാരാംശം, പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നതും കാറ്റ് എന്ന് പറയുന്നതും തത്തുല്യ പ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട്, റൂഹ എന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഈ രാത്രി ഒരു കാര്യത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ദൈവാത്മാവിന്റെ പ്രവർത്തനം എവിടെ തുടങ്ങുന്നുവെന്നോ എങ്ങോട്ട് പോകുന്നുവെന്നോ അതേത് നിലയിലായിരിക്കുമെന്നോ ഭൂമിയിൽ ആർക്കും നിർണയിക്കാൻ പറ്റത്തില്ല. ദൈവാത്മാവിന്റെ പ്രവർത്തനം വേദപുസ്തക അടിസ്ഥാനത്തിൽ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വന്നില്ല. പഴയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ആത്മാവിന്റെ പ്രവർത്തനം ദൈവത്തിന് ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളതുപോലെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടേയിരിക്കും. ആദ്യമായിട്ട് ആത്മാവ് എങ്ങനെയാ പ്രവർത്തിച്ചു തുടങ്ങിയത്? അനുകൂലമായ ഒരു പശ്ചാത്തലത്തിലല്ല. നമുക്ക് കിട്ടിയ ചരിത്രപ്രകാരം ആദ്യമായി പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു തുടങ്ങിയത് നിങ്ങൾക്കറിയാം. എപ്പോഴൊക്കെയോ ഞാനത് പരാമർശിച്ചിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് നമുക്ക് ഭൂമി പാഴായി ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു, ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചുകൊണ്ടിരുന്നു. ജനസിസ് ചാപ്റ്റർ 1:2 അതാണ് വായിച്ചത്. കുഞ്ഞുങ്ങൾ പറഞ്ഞു ഇതെന്തോ പറയുന്നത്, വാക്യമെങ്കിലും ഒന്ന് മലയാളത്തിൽ പറയണം, ഇംഗ്ലീഷിൽ പറയണം മാത്രമേ പറയുക. ജനസിസ് ചാപ്റ്റർ 1:2 2-ാം വാക്യം. The Spirit of God was moving. ആത്മാവ് എന്ത് ചെയ്യായിരുന്നു? മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നു, നമുക്ക് കിട്ടിയ തർജ്ജമയിൽ എഴുതി വെച്ചിരിക്കുന്നു, ഭൂമി പാഴായും പുറത്തു പറയണം. വേദപുസ്തകം ആരംഭിക്കുന്ന ഒന്നാമത്തെ സെന്റൻസ്, ഫസ്റ്റ് സെന്റൻസ് ഇൻ ദ ബൈബിൾ സ്റ്റാർട്ട്സ് ലൈക്ക് ദിസ്: ഇൻ ദ ബിഗിനിങ് God created heaven and earth. ആദിയിൽ ദൈവം സ്വർഗങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു, അല്ലെങ്കിൽ പ്രപഞ്ചവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമിയുടെ പേരെന്താ എടുത്തു പറഞ്ഞിരിക്കുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം, നമ്മുടെ ഭൂമിയിലായതുകൊണ്ടും നമ്മുടെ ജീവിതം ഈ ഭൂമിയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടും ഭൂമിയുടെ കാര്യം പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലായിരുന്നെങ്കിൽ, ചൊവ്വയിലായിരുന്നു നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ദൈവം ഇങ്ങനെ പറഞ്ഞേനെ: ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ദൈവം ആകാശവും
ചൊവ്വയും സൃഷ്ടിച്ചു. കാരണം നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയാണല്ലോ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ഏതായാലും ദൈവത്തിന് മനസ്സിലാകാൻ വേണ്ടിയല്ലല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാകാൻ നമ്മൾ ജീവിക്കുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ആവശ്യമായ നിർദ്ദേശം തന്ന് വേദപുസ്തകം ആരംഭിക്കുമ്പോൾ എഴുതി തുടങ്ങുന്നു, ഇൻ ദ ബിഗിനിങ്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്നാൽ വേദപുസ്തകത്തെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ തന്നെ സത്യവേദ പുസ്തകം എന്നുള്ള പേര് വന്നിരിക്കുന്നത് കൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മുഖംമൂടിയില്ലാതെ പറയുവാൻ വേദപുസ്തകം എക്കാലവും പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് നമുക്കിത് ഏറ്റവും ഇഷ്ടപ്പെടാൻ കാരണമായിരിക്കേണ്ടത്. വേദപുസ്തകം ആദിയിൽ ദൈവം ആകാശവും ഭൂമിയെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത വാചകം പറയുന്നത് ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. ഭൂമി പാഴായും ശൂന്യമായും ഇരുന്നു. എബ്രായ ലേഖനം 11:3 ചേർത്ത് വായിക്കാം. എബ്രായ ലേഖനം 11:1 നമുക്കറിയത്തുള്ളൂ. 3 ചേർത്ത് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. Hebrews chapter 11:3. By faith we understand that the world was framed. The word നമ്മൾ കോമൺ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഞാൻ പറയുന്നതോ കുറച്ചുകൂടെ മൂലാർത്ഥത്തോട് നീതി പുലർത്തി നിൽക്കുന്ന ഒരു ഭാഷ നിർത്തിയിരുന്ന ഞാൻ ഈ പറയുന്നതോ വിശ്വാസത്താൽ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. The words, the ലോകങ്ങൾ were framed എന്ന് പറഞ്ഞിട്ട് അതിന് വിശകലനം കൊടുത്തിരിക്കുന്നത് ഇറ്റ് വാസ് ഫാഷൻഡ് ഓർ പുട്ട് ഇൻ ഓർഡർ ഓർ എക്വിപ്ഡ്. ഇത് ഓർഡറിൽ കൊണ്ടുവരിക. ഫാഷൻഡ് എന്ന് പറഞ്ഞാൽ അലങ്കരിക്കുക, അല്ലെങ്കിൽ അതിനെ എക്വിപ്പ് ചെയ്യുക എന്നുള്ള പദപ്രയോഗമാണ്. ഒരുക്കിയെടുക്കുക എന്നുള്ള പദപ്രയോഗമാണ് എബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണും. ഞാൻ മുമ്പേ പറഞ്ഞ എത്ര പേര് ശ്രദ്ധിച്ചെന്ന് അറിയത്തില്ല. നമുക്കറിയാവുന്ന വാക്യം ഏതേ ഉള്ളതെന്ന് എബ്രായ ലേഖനം 11:1. വിശ്വാസം വന്നതോ ആശങ്ക ഉറപ്പും കാണാൻ കഴിയും. ഇത് മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിന് അടുത്ത വാക്യത്തിലേക്ക് വരുമ്പോൾ ദൈവം ചെയ്ത മഹത്പ്രവർത്തികളെ കുറിച്ച് അടുത്ത വാക്യം പറയും. പിന്നെ നമ്മൾ നോക്കുന്നത് വിശ്വാസവീരന്മാരുടെ പട്ടികയാണ്. രക്ഷപ്പെട്ടവരും വിടുതൽ പ്രാപിച്ചവരുടെ പട്ടിക ഒന്ന് നോക്കി അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം എനിക്കൊരു വിടുതൽ പ്രാപിക്കും. അതിനപ്പുറത്തേക്ക് നമുക്കൊന്നും പ്രതീക്ഷയില്ല. എന്നാൽ ദൈവം ഈ ഭൂമിയെ സൃഷ്ടിച്ചതിനെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞ ഭാഗങ്ങൾ 2 വാക്യം കൂടെ ചേർത്ത് വെച്ച് മനസ്സിലാക്കുക. ഉൽപ്പത്തി പുസ്തകം 1:2 ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു, ഭൂമി പാഴും ശൂന്യമായിരുന്നു, ആഴത്തിന്റെ മേൽ ഇരുളുണ്ടായിരുന്നു. അടുത്ത വാചകം ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന് മീതെ പരിവർത്തിച്ചു. ഈ ആത്മാവിനെ പറഞ്ഞു തുടങ്ങുന്ന ആദ്യത്തെ വാക്കാണ് നമ്മളീ പറഞ്ഞത്. ഇനി എബ്രായ ലേഖനം 11:3 വായിച്ചെന്ന് ചോദിച്ചാൽ ആത്മാവും ദൈവശബ്ദവും കൂടെ സമ്മേളിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലമായിട്ട് ഈ ഭൂമിയുടെ ഒരുക്കം, ദൈവം അതിനെ അലങ്കരിച്ചത്, അതിനെ ക്രമീകൃതമായിട്ട് കൊണ്ടുവന്നു, ഈ ഭൂമിയെ ദൈവം രൂപപ്പെടുത്തി എടുത്തത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ് എബ്രായർ 11:3 നമ്മൾ വായിച്ചത്. അപ്പൊ ഇത് രണ്ടും കൂടെ ചേർത്ത് വായിക്കുമ്പോൾ അതിനകത്ത് മറിഞ്ഞു കിടക്കുന്ന ഒരു യാഥാർത്ഥ്യം പുറത്തു വരികയാണ്. ഒന്ന്, പാഴായും ശൂന്യമായ അനുഭവങ്ങളുടെ മേലും ഇരുൾ നിറഞ്ഞ അനുഭവങ്ങളുടെ മേലും പരിശുദ്ധാത്മാവ്, മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്നു, പരിവർത്തിക്കുന്നു. ഈ പരിവർത്തിക്കുന്നു എന്നുള്ളതിന് അതിന്റെ മൂല അർത്ഥത്തിൽ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഹോവറിങ് അല്ലെങ്കിൽ ബ്രൂഡിങ് എന്ന്. ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ ഒരു കോഴിയോ ഒരു പക്ഷി, ഏതെങ്കിലും പക്ഷികൾ മുട്ടയിട്ടിട്ട് അതിന്റെ മുകളിൽ ഒരു ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടെ, നമ്മളെ പോലെ പറയത്തക്കവണ്ണമുള്ള വലിയ വിവേകമൊന്നും ഇല്ലെങ്കിലും തനതായ ജീവിത സമ്പൂർണതയ്ക്ക് വേണ്ടി അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഭൂമി ജീവിതത്തിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമോ അതിനുള്ള വിവേകം ആ ജീവികളിൽ ദൈവം സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നാണ് ഈ പക്ഷികൾ മുട്ടയിട്ടിട്ട് സന്താനവർദ്ധനവിന് വേണ്ടി മുട്ടയിടുന്ന പക്ഷികൾ അതിന്റെ മേൽ പൊരുന്നയിരുന്ന്
കൃത്യമായി 21 ദിവസമായി നമ്മുടെ അമ്മച്ചിമാരെ കണ്ടുപിടിച്ചതാ. പക്ഷെങ്കിൽ കോഴിക്കറിയാമോ കലണ്ടർ? സ്തോത്രം. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഇതിന്റെ അടിയിൽ ചൂട് കൊണ്ടിരിക്കുന്ന ഈ മുട്ട എപ്പോൾ വിരിഞ്ഞ് പുറത്തു വരണം എന്നുള്ളതിനെ കുറിച്ച്, വരും എന്നുള്ളതിനെ കുറിച്ച് ഒന്നാമത്തെ ദിവസം കഴിഞ്ഞ് മുട്ട കൊത്തിപ്പൊട്ടിക്കാൻ അല്ലെങ്കിൽ സ്തോത്രം മര്യാദയുള്ള ഒരു കോഴിയും തയ്യാറാകത്തില്ല. സ്തോത്രം. പല ദിവസവും അതിന്റെ മേൽ ഇരുന്ന് അതിന്റെ സാധ്യതകളെ അതിന്റെ ഉള്ളിൽ മനസ്സിലാക്കി ആരാ ഇതിന് ജ്ഞാനം കൊടുക്കുന്നത്? ഞാൻ ദൈവത്തിന്റെ കൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ടാണ് ഒരിക്കൽ കർത്താവ് പറഞ്ഞത്, അല്ലെങ്കിൽ സ്തോത്രം, 2 കാശിന് 5 കുരുകിലിനെ വിൽക്കുന്നില്ലയോ, അതിലൊന്ന് നിലത്ത് പോയാൽ അതിനെ കൂടെ ദൈവം അറിയുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങളെ എത്രയധികം പ്രിയരെ, ഇന്ന് രാത്രി ഒരു കാര്യം ഓർക്കണം, ഈ ഭൂമിയിലുള്ള ഈ പ്രപഞ്ചത്തിലുള്ള സകല ചരാചരങ്ങൾക്കും അതതിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള സ്വർഗീയ ജ്ഞാനം അതിൽ ദൈവം പകർന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേൽ ദൈവം പകർന്നിരിക്കുന്ന ദൈവിക സാധ്യതകളെ ഈ ദിവസങ്ങളിൽ തിരിച്ചറിയാൻ നമ്മൾ ശ്രമിക്കണം. ഇനിയും അത് നമ്മൾക്ക് മനസ്സിലാക്കുമ്പോൾ എവിടെയൊക്കെയോ പാഴായിരിക്കുന്നത് പോലെ, എവിടെയൊക്കെയോ ശൂന്യമായിരിക്കുന്നത് പോലെ, എവിടെയൊക്കെയോ ഇരുൾ വ്യാപരിക്കുന്നത് പോലെ തോന്നിയാൽ, എന്റെ ദൈവമേ ഇതിങ്ങനെ ആയിപ്പോയല്ലോ, ഇനി ഇതുകൊണ്ട് എന്താ പ്രയോജനമെന്നോർത്ത് നിരാശപ്പെടാതെ വേദപുസ്തകം ആരംഭവാക്യത്തിനകത്ത് തന്നെ പറഞ്ഞു തുടങ്ങുന്നു, പാഴായതിന്റെ മേൽ, ശൂന്യമായതിന്റെ മേൽ, ഇരുൾ നിറഞ്ഞതിന്റെ മേൽ പരിവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് തയ്യാറാണ്. ഇന്ന് രാത്രി മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം അതാണ്. നമ്മൾ പാഴാണെന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ പലരെ കുറിച്ചും പണ്ട് നാട്ടിലൊക്കെ പറയുമോ, അവനൊരു പാഴാണ്, ക്ഷമിക്കുന്നത് പറഞ്ഞതിൽ അങ്ങനെ പറയാൻ വേദപുസ്തകത്തിൽ വ്യവസ്ഥയില്ല. ആരെ കുറിച്ചെങ്കിലും ഇല്ല അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് പറയാൻ വേദപുസ്തകം നമ്മളെ അനുവദിക്കുന്നില്ല. പഴയ നിയമത്തിൽ അല്പസാധ്യതയുണ്ടായിരുന്നു, എന്നാൽ പുതിയ നിയമത്തിലേക്ക് കർത്താവ് പറയുന്നു, വളരെ ഗൗരവമായിട്ട് ഗിരിപ്രഭാഷണത്തിനകത്ത് പറയുന്നു, ഒരുത്തനെ നിസ്സാര എന്ന് പറയാനോ ഒരുത്തനെ മൂഢ എന്ന് വിളിക്കാനോ വേദപുസ്തകം പച്ച മലയാളത്തിൽ എഴുതി വെച്ചിരിക്കുന്നതിനകത്ത് ഞാൻ വായിച്ചു, ദൈവം അനുവാദം തരുന്നില്ല. എങ്കിൽ പോലും ഞാനങ്ങ് ചിന്തിക്കുക, ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് സ്വയം തോന്നുക ഞാനൊരു ഫലമുള്ളവനല്ല, എന്നെ കുറിച്ച് ഒരു സാധ്യത ഇനിയും കാണുന്നില്ല, എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളൊരു തോന്നൽ ഉള്ളിൽ വന്നിട്ട് അതിന്റെ മേൽ, ആ നിരാശയുടെ മേൽ പൊരുന്നിരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കാതെ, മറിച്ച് സാധ്യതയില്ലാത്ത അവസ്ഥകളെ ദൈവം മുമ്പിൽ അർപ്പിച്ചാൽ അതിന്റെ മേൽ പൊരുന്നിരുന്ന് അതിനകത്തുനിന്ന് ജീവൻ പുറത്തു കൊണ്ടുവരാൻ, അതിനകത്തുനിന്ന് ഫലകരമായ അനുഭവങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ഇന്നും സ്വർഗം ശക്തമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഈ വേദപുസ്തകം ആരംഭിക്കുന്നത്. വേദപുസ്തകം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യാനാക്കി അതിനൊരു ലിമിറ്റും ഇല്ല എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പരിശുദ്ധാത്മാവ് ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ അതിനൊരു ലിമിറ്റും, അതിന് സാധ്യതകൾ വേണമെന്നില്ല. അസാധ്യതകളുടെ മേഖലകളുടെ മേലാണോ ദൈവപ്രവൃത്തി ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുടങ്ങുന്നത്. സാധ്യതകളുടെ മേലല്ല, സാധ്യത. അവിടെ കുറച്ച് നിലവുണ്ടായിരുന്നു, നല്ല സ്ഥലമായി, ഒരുക്കപ്പെട്ട സ്ഥലമായി. അതുവഴി പരിശുദ്ധാത്മാവിന്റെ കാറ്റെടുത്തപ്പോൾ അവിടെ ചില സത്യങ്ങൾ ആ ഭൂമിക്കടിയിൽ നിന്ന് പൊട്ടിമുളച്ചു വന്നു എന്ന് പറഞ്ഞല്ല എന്റെ ബൈബിൾ ആരംഭിക്കുന്നത്. ശൂന്യമായിരിക്കും, പാഴായിരിക്കും, ഇരുളായിരിക്കും, വെള്ളം നിറഞ്ഞിരിക്കും. ഒരു സാഹചര്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് അതിന്റെ മേൽ പരിവർത്തിച്ചു കൊടുക്കും. ഇനി കാറ്റെന്നുള്ള നിലയിൽ ചിന്തിച്ചാൽ അത് അതിന്റെ മേൽ ഇങ്ങനെ ഊതിക്കൊണ്ട്, അതിന്റെ മേൽ ഇങ്ങനെ വ്യാപരിച്ചുകൊണ്ട്, ഞാൻ അങ്ങനെയൊക്കെ അതിനെ ചിന്തിച്ചു. ഈ വെള്ളം നിറഞ്ഞിരിക്കുന്ന ഈ ഭൂമിയുടെ മേൽ ഒരു വേർതിരിവ് കൊണ്ടുവന്നിട്ട് നമ്മളെത്ര മാറ്റിയാലും വെള്ളത്തെ മാറ്റാൻ പറ്റത്തില്ല. എന്നാൽ കർത്താവ് തീരുമാനിച്ചാൽ ഇതിനെ മാറ്റി അതിനകത്തുനിന്ന് കരയെ പുറത്തു കൊണ്ടുവരും. നമ്മളതാ പിന്നീട് സൃഷ്ടിപ്പിന്റെ ചരിത്രം താഴോട്ട് വായിക്കുന്നത്, വെള്ളത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മേളിലോട്ടും മാറ്റി, ആകാശത്തിൽ വിധാനത്തിൽ വെള്ളം മാറ്റി കൂമാരമായി കൂടട്ടെ എന്ന് പറഞ്ഞു. ഒരു കൂട്ടം വെള്ളത്തെ അവിടെ കൂട്ടി, ഒരു കൂട്ടം വെള്ളത്തെ ഇപ്പുറത്ത് കൂട്ടി, കര കാണായി വന്നു. ഇനി അടുത്തത് എബ്രായർ 11:3 നമ്മൾ വായിച്ചത്, ദൈവത്തിന്റെ വചനം അവിടെ എത്തുക. ദൈവത്തിന്റെ വചനം, അതാണ്
സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ കാണുന്നത് സ്വർഗത്തിൽ നിന്ന് ദൈവം ഇറങ്ങി വരികയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നു, നമുക്ക് നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യത്തിൽ മനുഷ്യനെ എന്ത് ചെയ്യാം, ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം ഭൂമിയുടെ മേൽ തന്റെ ശബ്ദം പൊഴിക്കും. തന്റെ ഹൃദയം തുറന്ന് ദൈവം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിക്കുക. അപ്പോൾ പാഴായിരിക്കുന്ന അവസ്ഥകളുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കുകയും അതിന്റെ മുകളിൽ ദൈവശബ്ദവും കൂടെ വരികയും ചെയ്താൽ, ദൈവം എന്നെ പഠിപ്പിച്ച ഈ രാത്രിയിൽ ചിന്തിക്കുവാൻ തുടങ്ങിയപ്പോൾ വേദപുസ്തകത്തിലെ പല ഈവന്റുകളിലൂടെ ദൈവാത്മാവ് ഇങ്ങനെ കടത്തിവിട്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പല ചിത്രങ്ങൾ എന്റെ മനസ്സിലൂടെ ഇങ്ങനെ കടത്തിവിട്ടപ്പോൾ എവിടെയൊക്കെ ദൈവാത്മാവിന്റെ പരിവർത്തനവും ദൈവത്തിന്റെ ശബ്ദം, വേർഡ് ഓഫ് ഗോഡ്, വചനവും കൂടെ സമ്മേളിച്ചിട്ടുണ്ടോ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ടോ? ഈ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവപ്രവൃത്തിക്കാണെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മേൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇന്ന് രാത്രി കണ്ടെത്തണം. ഒന്ന്, നമ്മൾ ശരിയാണ്, പരാജയപ്പെട്ടിരിക്കുന്ന അനുഭവമാണ്, മുമ്പോട്ട് പോകാൻ വയ്യ, പ്രാർത്ഥിക്കാൻ വയ്യ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറാൻ വയ്യ, പലവിധ വിഷയങ്ങളുള്ള ചുറ്റുപാടുകളുള്ള സമ്മർദ്ദങ്ങൾ, എങ്ങനെ മറുപടി കണ്ടെത്തുമെന്നുള്ള ആശങ്കകൾ, നാളത്തെ കാര്യം എന്തായിത്തീരുമെന്നുള്ള വ്യാകുലതകളൊക്കെ നമ്മുടെ മേൽ ഉള്ളപ്പോൾ തന്നെ ഒന്ന് പരിശുദ്ധാത്മാവെ എന്റെ മേലൊന്ന് പ്രവർത്തിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം വേദപുസ്തകം നമുക്ക് തരുന്ന പാഠം അതാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ മേൽ സാധ്യതയുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനത്തിന് നമ്മുടെ മേൽ സാധ്യതയുണ്ടെങ്കിൽ, അടുത്തത് ഈ ഒരു ദൈവിക ശബ്ദവും കൂടെ അതിന്റെ മേൽ മുഴങ്ങുമ്പോൾ ഞാൻ ഓർത്ത് കർത്താവേ, ചിലർ വിടുതൽ പ്രാപിക്കുന്നു, ചിലർ വിടുതൽ പ്രാപിക്കുന്നില്ല. എന്താണ് പല വലിയ മീറ്റിങ്ങുകളിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ കാണാൻ കഴിയുന്നത്. പക്ഷെ ഇത് രണ്ടും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ ദൈവമഹത്വം വെളിപ്പെടുത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു വശത്തൂടെ ദൈവാത്മാവിന്റെ പരിവർത്തനവും മറുവശത്തൂടെ അഭിഷിക്തന്മാരിൽ നിന്ന് കേൾക്കുന്ന ദൈവവചനമോ നമ്മൾ വായിക്കുന്ന ദൈവവചനമോ എന്തുമായിക്കൊള്ളട്ടെ, ഈ ദൈവശബ്ദവും ഇത് രണ്ടും കൂടെ സംയോജിച്ച് കഴിയുമ്പോൾ അവിടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതായി കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ നോക്കിക്കോ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടുമെന്ന് മറിയോട് പറയുന്നു. അതുപോലെ തന്നെ ആ സക്കറിയാവിന്റെയും അല്ലെങ്കിൽ എലിസബത്തിന്റെയും ചരിത്രം പഠിച്ചു നോക്കിയോ, ഭാഗത്തേക്ക് നമ്മൾ പിന്നീട് വരും. വേദപുസ്തകത്തിൽ നോക്കിയാൽ ഒന്ന്, യഹോവയുടെ ആത്മാ അവന്റെ മേൽ വന്നു, രണ്ട്, യഹോവയുടെ ശബ്ദം അവന്റെ മേൽ വന്നു. പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നമ്മൾ നോക്കിക്കോ, ദൈവം ഉപയോഗിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ മേലെല്ലാം യഹോവയുടെ ആത്മാവും യഹോവയുടെ ശബ്ദവും അരുളപ്പാടും വന്നു. ആത്മാവും അരുളപ്പാടും കൂടെ വരുമ്പോൾ പലതും സംഭവിക്കും. സാധ്യതയില്ലാത്ത സ്ഥാനങ്ങളിൽ പുതിയ ഉറവകൾ തുറക്കും. ഇനിയും ഉറവകൾ ഉണ്ടായിട്ട് നമ്മൾ കാണുന്നതല്ലെങ്കിൽ നമ്മുടെ കണ്ണ് തുറക്കണം. വേദപുസ്തകത്തിൽ ഒന്നിലധികം പ്രാവർത്തി ദൈവത്തിന്റെ പ്രവൃത്തി ഒന്നിലധികം ആവർത്തി കാണുന്ന ഒന്ന്, ആകാർ കരഞ്ഞു നിലവിളിക്കുന്ന സന്ദർഭത്തിൽ ആകാറിന് വേണ്ടി ഒരു ഉറവ തുറന്നു എന്നല്ല എഴുതിയിരിക്കുന്നത്, യഹോവ ആകാറിന്റെ കണ്ണു തുറന്നു. എലീശയുടെ ഭൃത്യൻ ഒരു ദിവസം രാവിലെ വല്ലു തേക്കാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ മല മുഴുവൻ സൈന്യം. അന്നത്തെ കാലത്ത് അടുത്തുള്ള വരിയില്ലാതെ പുറത്തു പോയാണ് എല്ലാ കാര്യങ്ങൾ നടന്നപ്പം അങ്ങനെ വന്ന കൂട്ടത്തിൽ വല്ലു തേക്കാൻ രാവിലെ ഇറങ്ങിയപ്പോൾ ഞാനങ്ങ് ചിന്തിക്കുക, പുറത്തു ചെന്നപ്പം മല മുഴുവൻ അരാം സൈന്യം അല്ലെങ്കിൽ ആ ശത്രു സൈന്യം നിറഞ്ഞിരിക്കുന്നു. എലീശ എടുക്ക് വന്ന് പോയതിനേക്കാൾ വേഗത്തിൽ അടുത്ത് ചാടിക്കറി വന്നു പറഞ്ഞു, എന്റെ യജമാനനെ നമ്മുടെ കാര്യം പോക്കായെന്ന് പറഞ്ഞപ്പോൾ സ്തോത്രം ഇരുന്ന വായുത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം രണ്ടാമതൊരു പ്രാർത്ഥന, കർത്താവേ നിന്റെ പ്രവൃത്തികളെ കാണാൻ ഇവന്റെ കണ്ണം തീരുന്നു ഉറക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് വെച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, പല നന്മകളും നമ്മുടെ ചുറ്റുപാടും കിടപ്പുണ്ട്. ഇപ്പം കാണുന്നത് തിന്മയായിട്ടാണ്, ഒന്നുകൂടെ ശരിക്കും കണ്ണു തുറന്നാൽ അത് നന്മയായിട്ട് കാണാം. അപ്പൊ കാഴ്ചപ്പാട് രണ്ട് രീതിയിലുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ദൈവാത്മാവിന്റെ യഥാർത്ഥ പ്രവൃത്തി നമ്മളിൽ നടക്കുമ്പോൾ ഒന്നാമത്തെ കാഴ്ച അസാധ്യതകളെ കാണാം. വേറെ നിലയിൽ പറയാ, ആ സുവിശേഷങ്ങളിൽ ആവർത്തിച്ചിരിക്കുന്ന ഏക അത്ഭുതമാണ് ഈ 5 അപ്പവും 2 മീനും കൊണ്ട് 5000-ലധികം വരുന്ന സമൂഹത്തെ പോഷിപ്പിക്കുന്ന സംഭവം സുവിശേഷങ്ങൾ 4 ആവും. അതില് യോഹന്നാൻ അത് എഴുതി വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, ദൈവം യേശു കർത്താവ് ഫിലിപ്പോസിനോട് ചോദിച്ചു, ഈ ജനത്തിൽ നമ്മൾ എവിടെ നിന്ന് അപ്പം വേണം? ഉടനെ കർത്താവ് ചോദിച്ചതൊന്ന്, പുള്ളി പറഞ്ഞതൊന്നും. കർത്താവ് ചോദിച്ചു എവിടെ നിന്ന് അപ്പം വാങ്ങും? ഉടനെ പുള്ളിയുടെ മറുപടി, 200 പണത്തിന് ഇത്രയും പേർക്ക് അപ്പം തികയില്ല. അപ്പോ നമ്മുടെ പല കാര്യങ്ങളും ഇങ്ങനെയാ പൊക്കൊണ്ടിരിക്കുന്നത്. ചോദിക്കുന്നതൊന്ന്, മറുപടി വേറൊന്ന്. കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ മൈൻഡ് സെറ്റിങ്ങിന്റെ കുഴപ്പമാണ്. അത് കിടക്കുന്ന കിളപ്പ് വേറൊരു ലെവലില്ല. അതൊന്ന് കറക്റ്റ് ചെയ്യപ്പെട്ടാൽ കാണേണ്ടതുപോലെ കാര്യങ്ങൾ എന്ത് ചെയ്യും?
കാണാൻ പറ്റും. ഇതിനകത്ത് ഞാനങ്ങ് പറയുന്നത് ക്ഷമിക്കുക, ഒരു പൊട്ടൻ ജനത്തിന്റെ ഇടയിലൂടെ നടക്കുക. അവൻ പോയിട്ട് ഇത്രയും വലിയ ഡിസ്കഷൻ ബുദ്ധിവൈഭവമുള്ള ഫിലിപ്പോസും കർത്താവ് സർവജ്ഞാനിയായ കർത്താവും കൂടെ ഒരു സംഭാഷണം നടന്നു കഴിഞ്ഞ് അങ്ങോട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ ഈ സംഭവമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ഒരുത്തം വരികയാണ്. അവൻ വന്നിട്ട് എന്താ കാര്യം ഇത് അറിഞ്ഞു കാണും. കാരണം കർത്താവ് ഈ ചോദിക്കുന്നത് കേട്ടിട്ടാണല്ലോ അദ്ദേഹം ഈ അപ്പവും മീനും ഉണ്ടെന്നുള്ളത് ഇവിടെ അവതരിപ്പിക്കുന്നത്. ചോദ്യം കേട്ടില്ലായിരുന്നെങ്കിൽ ഇദ്ദേഹം അത് പറയത്തില്ല. അപ്പൊ തീർച്ചയായിട്ടും ചോദ്യം കേട്ടു. ചോദ്യം കേട്ടെങ്കിൽ ഫിലിപ്പോസും അന്ത്രയോസും ഒരുപോലെ ആയിരിക്കും ചോദ്യം കേട്ടത്. ഇല്ലെങ്കിൽ രണ്ടുപേരോട് രണ്ടായിട്ടായിരിക്കും കർത്താവ് ചോദിച്ചത്. അതിനെക്കുറിച്ച് വേദപുസ്തകം തെളിവില്ല. എന്തായാലും വേദപുസ്തകത്തിൽ കർത്താവ് ഫിലിപ്പോസിനോട് ചോദിക്കുന്നത് കേട്ടിട്ടായിരിക്കാം അന്ത്രയോസ് മറുപടി പറയുന്നത്. ഞാനങ്ങ് ചിന്തിക്കുക, അന്ത്രയോസ് പറയുക, ഈ പിന്നെ ഇവിടെ ഒരു ബാലനുണ്ട്, അവന്റെ ഇത് ഇതപ്പോ രണ്ട് മൂന്ന് ആ സീനൊന്ന് വിഷ്വലൈസ് ചെയ്യാമോ? നമ്മുടെ മുമ്പിൽ നമുക്കൊന്ന് കാണാൻ പറ്റുമോ? ആ സീനിലേക്കൊന്ന് വരാമോ? ആ കർത്താവും ഫിലിപ്പോസും കൂടെ സംസാരിക്കുന്നു. വളരെ ബുദ്ധിയും ജ്ഞാനവും അനുഭവ സമ്പത്തും പഴക്കവും പിന്നെ സഞ്ചിക്കകത്ത് കിടക്കുന്ന എത്ര 200 പണം ഉണ്ടെന്നുള്ളത് വ്യക്തമായിട്ട് യൂദയാണ് സഞ്ചി സൂക്ഷിക്കുന്നതെങ്കിലും കൃത്യമായിട്ട് അതിന്റെ കണക്ക് ഫിലിപ്പോസിനും അറിയാമെന്നുള്ളത് വളരെ ഗൗരവമായ ഒരു കാര്യമാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് മൂന്നാമത് അന്ത്രയോസ് നിന്നുകൊണ്ട് പറയുക, 5 അപ്പവും 2 മീനുമുള്ള ഒരു ബാലകൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കുന്ന നമ്മൾ മുഴുവൻ ആ തീര് പിടിപ്പ് ഇങ്ങനെ നടക്കുവാണെങ്കിൽ, സപ്പോസ് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നടക്കുകയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ മുഴുവനും ഏറ്റുവിട്ടിട്ട് എല്ലാവരും അന്ത്രയോസിനെ സ്തോത്രം നമ്മളൊരു മാർഗിടും. അന്ത്രയോസിന് നമ്മളൊരു മാർഗിടും. എടാ, ഇത്രയും ഗൗരവമായി ഇവിടെ പല ചർച്ചകളും നടന്ന് കാര്യങ്ങൾ നടക്കത്തില്ല എന്നുള്ളതിനെ കുറിച്ച് ഏകദേശം 99% ഉറപ്പിച്ചങ്ങോട്ട് വെച്ചപ്പോൾ ഒരുത്തൻ പറയുന്ന 5 അപ്പോൾ 2 മീൻ ഇത്രയും വരുന്ന ജനശ്രമം. പക്ഷെങ്കിൽ ഇന്ന് രാത്രി ദൈവശബ്ദവും ആത്മാവിന്റെ പ്രവൃത്തിയും മാനുഷികമായ ചിന്തകളും തമ്മിൽ വേർതിരിച്ചറിയാനാണ് ആ സംഭവം വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ചുരുക്കം പേരിൽ ഒരാളാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതായത് ദൈവത്തിന് പ്രവർത്തിക്കാൻ അവിടെ ഫലകരമായ ഒരു സ്ഥാനമുണ്ടോ എന്നുള്ളത് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഉറവിടം നമ്മൾ പറയുന്നത് പോലെ സ്ട്രോങ് ആയിരിക്കണമെന്ന് ദൈവപ്രവൃത്തിക്ക് ഒരു നിർബന്ധവുമില്ല. കാരണം വേദപുസ്തകത്തിൽ ഭക്തൻ പറഞ്ഞിട്ടുണ്ട്, ഇല്ലായ്മയിൽ നിന്നുള്ളതിനെ പോലെ വിളിച്ചു വരുത്താൻ കഴിയുന്നവനാണ് ദൈവം. അങ്ങനെയാണെങ്കിൽ ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താൻ ദൈവം ശക്തനാണെങ്കിൽ ആ ചെറുതുള്ളതിനെ അങ്ങോട്ട് ദൈവങ്ങളിൽ കൊടുത്താൽ അതിനകത്ത് വെളിപ്പെടുന്ന മഹത്വം എത്ര മടങ്ങായിരിക്കുമെന്ന് നമ്മൾ ഓർത്ത് നോക്കണം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഈ ഉൽപ്പത്തി 1-ന്റെ 2-ാം വാക്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ബുദ്ധിക്ക് അതീതമാണ്. വേദപുസ്തകത്തിൽ കാണുന്നതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി മാനുഷിക കണക്കൂട്ടലും ബുദ്ധിക്കും അതീതമാണ്. ഇനി ദൈവമെന്നുള്ള ചിത്രം തന്നെ ഓർത്ത് നോക്കിയേ, ഇത് ബുദ്ധിക്കും മാനുഷിക കണക്കൂട്ടലിനും അതീതമാണ്. അതുകൊണ്ട് ബുദ്ധിക്കകത്ത് ദൈവത്തെ ഒതുക്കാൻ നോക്കരുത്. ബുദ്ധി കൊണ്ട് ഗണിച്ചിട്ട് ദൈവിക വിഷയങ്ങളെ വിലയിരുത്തിയിട്ട് അത് നടക്കത്തില്ലെന്ന് പറയുന്ന പരിപാടി നമുക്ക് തന്നെ നിർത്താം. ദൈവത്തിന് എത്രത്തോളം സാധ്യതയുണ്ടോ അത്രത്തോളം സാധ്യത അസാധ്യതകളുടെ നടുവിലുണ്ടെന്നുള്ളത് കാണാൻ നമ്മൾ ഈ ദിവസങ്ങളിൽ പരിശീലിക്കണം. വേദപുസ്തകം പറയുന്ന കാര്യം മനസ്സിലാക്കുക, ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ എന്ന് ദൈവം ചോദിക്കുന്നതിനകത്ത് ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് മനസ്സിലാക്കാൻ ഈ ദിവസങ്ങളിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിക്കണം. അങ്ങനെ പരിശീലിപ്പിക്കുന്ന മനസ്സുകളുടെ മേലാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായത്? ഒത്തിരി പേര് ലോചിക്കൊണ്ടിരിക്കുന്നവരുണ്ട്, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ സാധ്യത വളരെ കുറവാണ്. എന്റെ ചുരുങ്ങിയ കാലത്തെ ആത്മീയ ജീവിതത്തിന്റെയും ശുശ്രൂഷയുടെയും അടിസ്ഥാനത്തിൽ ഞാൻ പറയാം, ലോചിക്കൊണ്ടിരിക്കുന്നവരുടെ മേൽ, യുക്തി കൊണ്ടിരിക്കുന്നവരുടെ മേൽ, അങ്ങനാണോ പോകുന്നത്, ഇങ്ങനാണോ പ്രവർത്തിക്കുന്നത്, അതെങ്ങനെ നടക്കും, ഇതിങ്ങനെ നടക്കുമോ, അത് പറ്റുമോ, ഇത് പറ്റത്തില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു സ്ഥാനത്തും ദൈവപ്രവൃത്തി വെളിപ്പെടാൻ വളരെ വിരളമായിട്ടേ സാധ്യതയുള്ളൂ. എന്നാൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, കണ്ണുമടച്ച് എന്റെ ദൈവം വലിയവനാണ്, അവിടുത്തെ
ആത്മാവിന്റെ പ്രവൃത്തിയും അവിടുത്തെ ശബ്ദവും പുറപ്പെട്ടാൽ ഇല്ലായ്മകളുടെ നടുവിൽ വലിയ നടക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പരിശീലിപ്പിച്ചാൽ ദൈവത്തിന്റെ സാധ്യതകൾക്ക് അന്തമില്ല. ദൈവത്തിന്റെ സാധ്യതകൾക്ക് അന്തമില്ല. ഞാൻ വിശ്വസിക്കുന്നു അപ്പോസ്തല പ്രവൃത്തിയിലും പഴയ നിയമത്തിലും സുവിശേഷങ്ങളിലും പ്രവർത്തിച്ച അതേ ദൈവം ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ആത്മാവ് ഇന്നും പ്രവർത്തിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ ദൈവശബ്ദം ഇന്നും മുഴങ്ങുന്നു. എപ്പോഴോ ദൈവശബ്ദം മുഴങ്ങിയപ്പോൾ ഏതോ ഒരു സന്ദർഭത്തിൽ കേട്ട സങ്കീർത്തനക്കാരൻ ഒരു ദിവസം പാട്ടെഴുതി, യഹോവയുടെ ശബ്ദം കാദേശ് മരുവിനെ നടക്കുന്നു, യഹോവയുടെ ശബ്ദം മുഴങ്ങുന്നു. അതെങ്ങനെയാ മുഴങ്ങുന്നത്? മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, വനങ്ങളെ തോലിരിക്കുന്നത് നിന്ന നിപ്പിൽ. ഞാൻ അതിനെ പച്ചയായിട്ട് അക്ഷരാർത്ഥത്തിൽ കണ്ട അലങ്കാരിക ഭാഷയിൽ എഴുതിയിരിക്കുന്നതാണെങ്കിലും അദ്ദേഹത്തിന്റെ കാഴ്ചയിലുള്ളതാണെങ്കിലും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു. യഹോവയുടെ ശബ്ദത്തിന്റെ മുഴക്കത്തിന് മുമ്പിൽ വനങ്ങൾ തോലിരിക്കപ്പെടുന്നു. പ്രൈസ് ദി ലോർഡ്. മാൻപേടകൾ പ്രസവിക്കുമാറാക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാൻ അക്ഷരാർത്ഥത്തിൽ അത് വിശ്വസിക്കുക. അത് നടന്നോ നടന്നില്ലോ അതിനെ കുറിച്ച് യുക്തിപൂർവ്വം ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം എന്റെ ദൈവത്തിന്റെ ശക്തി അപരിമേയമാണെന്ന് അനേക അനുഭവങ്ങളിലൂടെ കഴിഞ്ഞ നാളുകളിൽ മനസ്സിലാക്കിയവരാ നാം ഓരോരുത്തരും. ഇന്ന് രാത്രി ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു നിങ്ങൾ പറയട്ടെ, പാഴായ അവസ്ഥകളെ നോക്കി, ശൂന്യമായ അവസ്ഥകളെ നോക്കി, ക്രമരഹിതമായ അവസ്ഥകളെ നോക്കി ഭാരപ്പെടേണ്ട. ഒന്ന് ആത്മാവിന്റെ ചാലൊഴുക. ഈ ദിവസം താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കുക, ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കുക. രണ്ട്, ദൈവശബ്ദം മുഴങ്ങാൻ തക്കവണ്ണമുള്ളൊരു വിശാലതയിലേക്ക് നമ്മുടെ വിശ്വാസത്തിന്റെ മണ്ഡലങ്ങളെ തുറന്ന് നമ്മുടെ ബുദ്ധിയുടെ മണ്ഡലങ്ങളെ അടച്ച് ഈ രാത്രി ഞാനൊരു കാര്യം കൂടെ പറയുക. ബുദ്ധി കൊണ്ട് ദൈവത്തെ ഗണിക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് വചനം പഠിക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് വചനത്തിന്റെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ ശക്തിയെ മനസ്സിലാക്കാൻ പറ്റത്തില്ല, ബുദ്ധി കൊണ്ട് ഇതൊന്നും പറ്റത്തില്ല. കാരണം എന്റെ ബുദ്ധിക്ക് അതിനൊക്കെ വലിപ്പമില്ല. എന്നാൽ ഒന്ന് ഞാൻ അറിയുന്നു, എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്, എന്റെ മേൽ അത്ഭുതങ്ങളെ ചൊരിയുന്ന ഒരു ദൈവമുണ്ട്, എന്റെ മേൽ അഭിഷേകം പകരുന്ന ദൈവമുണ്ട്. ആത്മശക്തി കാണുന്ന സാധ്യതകളുണ്ട്. ഈ രാത്രി ഞാൻ ആവർത്തിച്ചു പറയട്ടെ, ആത്മശക്തി കാണുന്ന സാധ്യതകളുണ്ട്, ആത്മശക്തി കാണുന്ന സാധ്യതകളുണ്ട്, ആത്മശക്തി കാണുന്ന സാധ്യതകളുണ്ട്. എത്ര പേര് ദൈവാലയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു? ഒന്ന് രണ്ട് നിമിഷങ്ങൾ ദൈവാലയങ്ങളെ കേൾപ്പിച്ച് നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവാലയങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തോട്ടെ. ബുദ്ധിക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യാൻ കഴിയുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇന്ന് രാത്രി ആത്മാവിൽ വിശ്വസിക്കുവാൻ ദൈവാലയങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറായാൽ ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു. ഈ ആലയത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ വഴിയിൽ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ വെളിപ്പെടും, ദൈവത്തിന്റെ അടയാളങ്ങൾ വെളിപ്പെടും, അവരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. ആ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ ആത്മകാര്യത്തിൽ ഇറങ്ങും. ഇനി പറയുന്നത് ദൈവം പാഴായിരിക്കുന്നു, ഇത് ശൂന്യമായിരിക്കുന്നു, ഇവിടെ വന്ന മികവാണ്, ഒരു പ്രവൃത്തി നടക്കത്തില്ല എന്ന് ഇന്ന് രാത്രി വ്യാകുലപ്പെടുന്നത് ആത്മാവിന്റെ നാവ്
ആത്മാവിൻ ശക്തിയോടെ